കാണണം. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. അതായത് MA യൂസഫ് അലിയെ ED മൊഴിയെടുക്കാനായി വിളിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരങ്ങളുള്ളത്. നേരത്തെ സ്വപ്ന സുരേഷ് MA യൂസഫ് അലിക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ചിരുന്നു. MA യൂസഫ് അലിയുടെയും രവി പുലയുടെയും ഒക്കെ ബിനാമി, മുഖ്യമന്ത്രിയുടെ ബിനാമികളാണ് ഇവർ ഇത്തരം കാര്യങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED നോട്ടീസ് നൽകിയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. മറ്റന്നാൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. സുബി വിശ്വനാഥൻ വിവരങ്ങൾ നൽകും. സുബി, ഈ MA യൂസഫ് അലിക്കെതിരെ സുബിയിലേക്ക് വരാം. ഇപ്പോൾ ലൈഫ് മിഷൻ കേസിൽ MA യൂസഫ് അലിയുടെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. യൂസഫ് അലിയുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. സുബി, ഈ സ്വപ്നയുടെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ED കടക്കുന്നത്? സുബി, കേൾക്കാമോ? ഏതായാലും MA യൂസഫ് അലിക്ക് നോട്ടീസ് നൽകാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രവാസി വ്യവസായിയായ MA യൂസഫ് അലിയെ ലൈഫ് മിഷൻ കോഴ കേസുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആദ്യം അദ്ദേഹത്തോട് മാർച്ച് 1-ാം തീയതി ഹാജരാകാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ അന്ന് അദ്ദേഹം ഹാജരായില്ല. തുടർന്ന് രണ്ടാമത്തെ ഡേറ്റായി മാർച്ച് 16-ന് അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അന്നും അദ്ദേഹം ഹാജരായില്ല. ഏതായാലും ഇനി മറ്റൊരു ഡേറ്റ് നൽകുമോ, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തിന്റെ മൊഴി എടുക്കുക എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. ഏതായാലും സ്വപ്ന ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ, അതായത് സ്വർണ്ണക്കടത്ത് കേസുമായി പ്രധാനമായും ചില ആരോപണങ്ങൾ, വാട്സപ്പ് ചാറ്റുകൾ ശിവശങ്കരൻ്റേതുമായി ബന്ധപ്പെട്ട ഉണ്ട്. ഈ സ്വപ്നയ്ക്ക് നോർക്കയിൽ ജോലി വാങ്ങി നൽകാം എന്ന് ശിവശങ്കരൻ ആവശ്യപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട നോർക്കയുടെ CEO-മാരെ ശിവശങ്കരൻ നേരിട്ട് കാണുകയും മറ്റും ചെയ്തിരുന്നു. നോർക്കയിലേക്ക് സ്വപ്നയ്ക്ക് ജോലി ലഭിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ദിവസങ്ങളായി സുവി, ഈ 2 തവണ ഇതിനു മുൻപ് യൂസഫ് അലിക്ക് ഹാജരാകണം എന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി എന്നുള്ളതാണോ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. സ്വപ്ന ഗുരുതരമായ ആരോപണങ്ങൾ യൂസഫ് അലിക്കെതിരെയും, യൂസഫ് അലി അടക്കം നേരത്തെ തന്നെ എയർപോർട്ടുകളിൽ വെച്ച് കൊടുക്കും, ഈ യൂസഫ് അലിക്കടക്കം ഈ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പങ്കാളിത്തമുണ്ട് എന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതിനുശേഷം 2 തവണ ED ഈ വിഷയത്തിൽ മൊഴി രേഖപ്പെടുത്താൻ നോട്ടീസ് നൽകിയിരുന്നു എന്നുള്ളതാണോ? ആ 2 തവണയും അദ്ദേഹം ഹാജരായില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണല്ലോ. തീർച്ചയായും 2 തവണ അദ്ദേഹത്തിന് നോട്ടീസ് നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം മാർച്ച് 1-ാം തീയതി അദ്ദേഹത്തോട് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതിനുശേഷം മാർച്ച് 16-ാം തീയതി അദ്ദേഹത്തോട് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നാൽ ഈ 2 ദിവസങ്ങളിലും അദ്ദേഹം ഹാജരായില്ല. ഇനി അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ മുഖേന അഭിഭാഷകനായിരിക്കും വിവരങ്ങൾ നൽകുക എന്ന് ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാണ് എന്ന് നമുക്കറിയില്ല. പ്രത്യേകിച്ചും അത് മതിയോ എന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് അന്വേഷണ ഏജൻസിയും അന്വേഷണ ഉദ്യോഗസ്ഥനുമാണ്. സ്വാഭാവികമായും ഇത്രയും കോളിളക്കമുണ്ടായ, ഇത്രയും വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു കേസിൽ അദ്ദേഹത്തിൻ്റെ മൊഴി നേരിട്ടെടുക്കാനുള്ളൊരു സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും 2 തവണ അദ്ദേഹം അസൗകര്യങ്ങൾ അറിയിച്ചുവെങ്കിൽ ഇനി ഒരു അസൗകര്യം, ഇനി ഇതുമായി ബന്ധപ്പെട്ട് 1 തവണ കൂടെ നോട്ടീസ് നൽകാനുള്ളൊരു സാധ്യതയുണ്ട്. 3 തവണയാണ് നോട്ടീസ് നൽകുക. അതിനുശേഷം വേണമെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് കടക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും നോട്ടീസ് നൽകാം. അതാണ് അതിൻ്റെ ഒരു രീതി. അവലംബിച്ചു വരുന്ന രീതി അതാണ്. അതുകൊണ്ട് തന്നെ പ്രവാസി വ്യവസായിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒരു സുപരിചിതനാണ്. ഒപ്പം അദ്ദേഹം ഒരു സമൂഹത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ
അദ്ദേഹത്തിൻ്റെ ഒരു മൊഴിയെടുക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെ സമയം സൗകര്യവും പരിഗണിച്ചുകൊണ്ടായിരിക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സ്വപ്ന സുരേഷ് ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളിൽ പ്രത്യേകിച്ചും ഇതെല്ലാം സ്വപ്ന സുരേഷ് സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളിൽ പ്രധാനമായും പറയുന്നത് ഒന്ന് ഈ ശിവശങ്കരൻ്റെ വാട്സപ്പ് ചാറ്റിലുള്ള കാര്യങ്ങൾ, ഒപ്പം ഈ വിജേഷ് പിള്ള എന്ന് പറയുന്ന ഇടനിലക്കാരൻ ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഈ എയർപോർട്ടിൽ വെച്ച് താൻ ഈ പറയുന്നതൊന്നും കേട്ടില്ല എങ്കിൽ, ഈ ഒത്തുതീർപ്പിന് സ്വർണ്ണക്കടത്ത് കേസിൽ ഒത്തുതീർപ്പിന് വഴങ്ങിയില്ല എങ്കിൽ എയർപോർട്ടിൽ വെച്ച് MA യൂസഫ് അലി കുടുക്കും എന്ന ഒരു പരാമർശവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഏതായാലും ഇതിൽ ഒരു വിശദീകരണം നമുക്ക് ലുലു ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും പ്രവാസി വ്യവസായിയാണ് അദ്ദേഹം, സമൂഹത്തിൽ ഏറെ പ്രാധാന്യമുള്ള വ്യക്തിയാണ്, നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളാണ് അദ്ദേഹം. ഇത്തരത്തിൽ ഒരു കേസിൽ ഉൾപ്പെടുമോ എന്നൊരു സംശയം പോലും ആളുകൾക്ക് ഉണ്ടാകാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ പേര് സ്വപ്ന സുരേഷ് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കേണ്ടത് അനിവാര്യമായി വരികയാണ്. അതായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 തവണ സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായക നീക്കമാണ് ഇഡിയുടെ ഭാഗത്ത് സംഭവിക്കുന്നത്. യൂസഫ് അലിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സ്വപ്നയുടെ ആക്ഷേപമുണ്ടായിരുന്നു. യൂസഫ് അലിക്കെതിരെയും രവി പിള്ളയ്ക്കെതിരെയും ആക്ഷേപമുണ്ടായിരുന്നു. പല ഈ വ്യവസായികൾ, പ്രവാസി വ്യവസായികൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് വിജേഷ് പിള്ള തന്നോട് പറഞ്ഞു എന്നാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യൂസഫ് അലിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായിക്കെതിരെയുള്ള മൊഴി രേഖപ്പെടുത്താനായി ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. അത് മുമ്പ് 2 തവണ ഇഡി നോട്ടീസ് നൽകിയത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇനിയിപ്പോൾ മറ്റന്നാൾ ഹാജരാകാനാണ് ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ? ഇനി യൂസഫ് അലി അദ്ദേഹം ഈ നാട്ടിലുണ്ടോ എന്നറിയില്ല. അദ്ദേഹം പല രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ആളാണ്, പല വ്യവസായ സ്ഥാപനങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ നേരിട്ട് ഇവിടെ ഹാജരാകാൻ സാധിക്കുമെന്ന കാര്യം കണ്ടറിയണം. കാരണം സ്വർണ്ണക്കടത്ത് കേസിൽ ഓരോ ദിവസവും നിർണായകമായ കാര്യങ്ങൾ പുറത്തു വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂസഫ് അലിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ കുറച്ചുകൂടി നമുക്ക് ലഭ്യമാകാൻ സുബിയിലേക്ക് ഒന്നുകൂടി പോകണം. കാരണം ഇത് നിർണായകമായ ഒരു നീക്കമാണ്. കാരണം സുബി, ഓരോ ദിവസവും സ്വപ്നയുടെ മൊഴി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട്, സ്വപ്ന പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഇഡി നീങ്ങുന്നു എന്നൊരു ആക്ഷേപം മറുഭാഗം ഉന്നയിക്കുന്നുണ്ട്. അതിന് കുറച്ചുകൂടി ബലം പകരുന്ന ഒരു നീക്കമാണ് ഇഡിയുടെ ഭാഗത്ത്